നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി 37 മണിക്കൂർ മാത്രം. ദേശീയ തലത്തിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ ഏറെ പിന്നിലായിപ്പോയ കോൺഗ്രസിന്റെ കച്ചിത്തുരുമ്പാണ് കേരളം. ആ വിലയിരുത്തൽ പക്ഷേ ഇടതിന് സ്വീകാര്യവുമല്ല. കേരളത്തിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? തെരഞ്ഞെടുപ്പ് ചരിത്രം എന്ത് പറയുന്നു? 16-ന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമുണ്ടാകും? വിലയിരുത്തുന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒരു മാസം പെട്ടിയിലിരുന്ന വോട്ടിനെ കുറിച്ച് വളരെ കരുതലോടെയാണ് ഈ ഒരു മാസവും നേതാക്കൾ പ്രതികരിച്ചത്. ഇനി യഥാർത്ഥ കണക്കിന്റെ സമയമായി. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് കേരളത്തിലെ പ്രമുഖ നേതാക്കളുടെ പ്രതീക്ഷകൾ ആദ്യം കേൾക്കാം. കേരളത്തിൽ അങ്ങനെ തീരെ മോശമാകുമെന്ന് കരുതുന്നില്ല. എന്ന് തന്നെയല്ല, നല്ല വിജയം കേരളത്തിൽ നേടിയെടുക്കാൻ കഴിയുമെന്നും കരുതുന്നു. അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും മുൻ തെരഞ്ഞെടുപ്പുകളിൽ അത്രയും നേടിയില്ലെങ്കിലും കുറച്ച് എങ്കിലും നേട്ടങ്ങൾ അവിടെയും നേടുമെന്നാണ് തോന്നുന്നത്. എക്സിറ്റ് പോളിന്റെ ഫലങ്ങളെ കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല. നമുക്ക് ഏതായാലും 2 ദിവസത്തിനകം അറിയാമല്ലോ. ഞങ്ങൾ UDF ചുരുങ്ങിയത് 15 സീറ്റ് കേരളത്തിൽ ഇലക്ഷനുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. ഞങ്ങളുടെ എല്ലാ രീതിയിലുള്ള വിലയിരുത്തലും അതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് 5 സീറ്റ് കുറയാത്തത് ഒരു നിലപാടുണ്ടാവും. 11 സീറ്റ് ഉറപ്പായി കിട്ടും. 12, 13, 14 ആയിക്കൂടാന്നില്ല. 14 സീറ്റ് വരെ ഉറപ്പായി ഞങ്ങൾ പറയുന്നത് 11 സീറ്റാണ്. പക്ഷേ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് ഞങ്ങളുടെ സീറ്റ് 14 വരെ എത്തും. നമ്മളോടൊപ്പം അതിഥികളുണ്ട്. മന്ത്രി കെ ബാബു, മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക്, മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവരാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ പരിപാടിയിൽ അതിഥികളായി ചേരുന്നത്. അതിഥികളിലേക്ക് വരും മുൻപ് എക്സിറ്റ് പോൾ ഫലങ്ങൾ കേരളത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്ന് നമുക്ക് ആദ്യം നോക്കാം. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കണ്ടത് IBന്റെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ UDFന് മുൻതൂക്കം. മിക്കവാറും എല്ലാ എക്സിറ്റ് പോളുകളും UDFനാണ് കേരളത്തിൽ മുൻതൂക്കം പ്രവചിച്ചിരിക്കുന്നത്. അതിൽ IBന്റെ എക്സിറ്റ് പോളിൽ UDFന് 11 മുതൽ 14 സീറ്റുകൾ വരെ ലഭിക്കും എന്നാണ് പ്രവചനം. LDFന് 6 മുതൽ 9 വരെ സീറ്റുകൾ ലഭിക്കാം എന്ന് IBN പ്രവചിക്കുന്നു. BJPക്ക് ഒരു സീറ്റും കേരളത്തിൽ ലഭിക്കില്ല എന്നാണ് IBന്റെ എക്സിറ്റ് പോൾ പ്രവചനം. ആജ് തക്കിന്റേത് നോക്കുകയാണെങ്കിൽ ആജ് തക്ക് 13 മുതൽ 17 വരെ സീറ്റുകൾ കേരളത്തിൽ UDFന് പ്രവചിക്കുന്നു. 4 മുതൽ 6 വരെ സീറ്റുകൾ LDFന് ലഭിക്കാം എന്നാണ് ആജ് തക്കിന്റെ പ്രവചനം. ആജ് തക്കും BJPക്ക് സീറ്റ് പ്രവചിക്കുന്നില്ല. ഇനി ടൈംസ് നൗ ആണ്. ടൈംസ് നൗവിന്റെ എക്സിറ്റ് പോൾ കേരളത്തിൽ വളരെയധികം വിമർശന വിധേയമാവുക കൂടി ചെയ്തതാണ്. 18 സീറ്റുകളും 20-ൽ 18 സീറ്റുകളും ലഭിക്കുന്നത് UDFനായിരിക്കും എന്നാണ് ടൈംസ് നൗവിന്റെ എക്സിറ്റ് പോൾ പ്രവചനം. അത് 2 സീറ്റുകൾ മാത്രമാണ് LDFന് പ്രവചിക്കുന്നത്. BJPക്ക് ഒന്നുമില്ല. ഇന്ത്യ TVയുടെ എക്സിറ്റ് പോളിൽ 11 സീറ്റുകൾ UDFന് ലഭിക്കും എന്ന് പ്രവചിക്കുന്നു. 9 സീറ്റുകൾ LDFന് ലഭിക്കും എന്നാണ് പ്രവചനം. ഇന്ത്യ TVയും BJPക്ക് ഒരു സാധ്യതയും കേരളത്തിൽ കൽപ്പിക്കുന്നില്ല. ABP ന്യൂസിന്റെ സർവേ നോക്കിയാൽ ABP ന്യൂസിന്റെ എക്സിറ്റ് പോൾ പറയുന്നത് 11 സീറ്റുകൾ UDFന്, 8 സീറ്റുകൾ LDFന്. ശ്രദ്ധേയമായ കാര്യം, ABP ന്യൂസ് മാത്രമാണ് കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും എന്ന് പ്രവചിപ്പിച്ചിരിക്കുന്നത്. BJPക്ക് ഒരു സീറ്റ് ലഭിക്കും എന്നാണ് ABP ന്യൂസിന്റെ പ്രവചനം. ശരാശരി സർവേകളുടെ ശരാശരി എടുത്താൽ, ഈ എല്ലാ സർവേകളുടെയും കൂടി ശരാശരി എടുത്താൽ 14 സീറ്റുകൾ UDFന് ലഭിക്കും എന്ന പ്രവചനങ്ങൾ ഉണ്ട്. 6 സീറ്റുകൾ LDFന് ലഭിക്കും എന്നുമാണ് പ്രവചനം. ഒരു സീറ്റ് BJPക്ക്. അത് ഒരു സർവേയിൽ മാത്രമാണെങ്കിൽ പോലും ഒരു സീറ്റ് BJPക്കും എന്നാണ് പ്രവചനം. നമുക്ക് അതിഥികളിലേക്ക് പോകാം. ആദ്യം ശ്രീ കെ ബാബു, കേന്ദ്രത്തിൽ നടന്ന, അതായത് ദേശീയ തലത്തിലെ എല്ലാ എക്സിറ്റ് പോളുകളെയും തള്ളിക്കളഞ്ഞ കോൺഗ്രസിന് കേരളത്തിലെ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നതിൽ വിശ്വാസം അർപ്പിക്കാമോ? അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ തോമസ് ഐസക്, താങ്കളിലേക്ക് വന്നാൽ LDFന് ഈ പ്രവചനങ്ങളിലൊന്നും വിശ്വാസമില്ല എന്ന് ദേശീയ തലത്തിൽ തന്നെ ഇടതുപക്ഷം പ്രവചിച്ചിട്ടുണ്ട്. പക്ഷേ സ്വന്തം ഇപ്പോൾ കേരളത്തിൽ എല്ലാ എക്സിറ്റ് പോളുകളിലും UDFന് മുൻതൂക്കം ലഭിക്കുമെന്നാണ് പ്രവചനം. അതിനെ മറികടക്കുന്ന ആത്മവിശ്വാസം LDFന്റെ സ്വന്തം സർവേകളിലുണ്ടോ? ഇല്ല, ഞാനിതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയത്തില്ല. ഇതൊരു ഈ എല്ലാ സർവേകളും ഇങ്ങനെ പറയുമ്പോൾ അതിലൊരു കാര്യം വ്യക്തമാണ്. LDFന് വേണ്ടിയുള്ളൊരു വേവോ വലിയൊരു സ്വീപ്പോ ഉണ്ടാവില്ല. ആ നിഗമനത്തിൽ നമുക്ക് ന്യായമായിട്ടും എത്താമെന്ന് തോന്നുന്നു. അതിൻ്റെ അർത്ഥം LDFന് ഭൂരിപക്ഷം സീറ്റുകൾ ജയിക്കില്ല എന്നുള്ളതല്ല. പക്ഷേ LDF ഒരു ഘട്ടത്തിൽ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് 16 സീറ്റ് വരെയാവാം, 15 സീറ്റ് വരെയാവാം എന്നുള്ള അവകാശവാദങ്ങൾ നിലനിൽക്കുന്നതിനുള്ള സാധ്യതകളില്ല.
എന്നാൽ നമ്മൾ ന്യായമായ യുക്തി എടുത്തു നോക്കാം. കേരളത്തിൽ LDF ഉറച്ച സീറ്റുകളുണ്ട്, UDF ഉറച്ച സീറ്റുകളുണ്ട്. LDF UDF കൂടുതൽ ഉറച്ച സീറ്റുകളുള്ളത്. ഇതിനുശേഷം നമുക്ക് വേറൊന്നുകൂടി നോക്കാം. ആരുടെ ഉറച്ച സീറ്റുകളിലാണ് കൂടുതൽ തർക്കങ്ങൾ നിൽക്കുന്നത്? UDF ഉറച്ച സീറ്റല്ലേ ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, ഇങ്ങനെ ഓരോ സീറ്റും UDF, തിരുവനന്തപുരം അവർ ഉറച്ചതായിട്ട് കരുതുന്ന സീറ്റുകൾ. അവിടെയെല്ലാം UDFൻ്റെ ഉള്ളിൽ ഇനി മറ്റ് കാറ്റുകൾ എന്നൊക്കെ പറയണത് നമുക്ക് എങ്ങനെ ഇപ്പോൾ കൃത്യം പറയാൻ പറ്റുക. പക്ഷേ UDFൻ്റെ ഉള്ളിൽ ഭിന്നതകളുണ്ട്. ഇവിടെയെല്ലാം ഈ ഉറച്ച സീറ്റുകൾ എന്ന് പറയുന്നത് പോലും വളരെ ടൈറ്റായിട്ടുള്ള മത്സരമാണ്. അതിൽ നിന്ന് ഞാൻ എത്തിച്ചേരാം. ഒരു കാരണവശാലും ഈ എക്സിറ്റ് പോളുകൾ പറയുന്ന പോലെ ഈ മുൻതൂക്കം UDFന് ഉണ്ടാവില്ല. ഇപ്പം അങ്ങ് തർക്കിച്ച് സ്റ്റോപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, 2 ദിവസം കഴിഞ്ഞ് അറിയാൻ പോകുന്ന കാര്യമാണ്. പക്ഷേ ന്യായമായിട്ടുള്ള യുക്തി, എൻ്റെ സാമാന്യ യുക്തി പറയുന്നത് ഈ എക്സിറ്റ് പോളുകൾ പറയുന്ന പോലെ ഒരു സ്വീപ്പോ വലിയ മുൻതൂക്കമോ UDFന് ഉണ്ടാവില്ല. UDFന് ഉണ്ടാവില്ല, മുൻതൂക്കം LDFന് തന്നെയായിരിക്കും. ശ്രീ ജേക്കബ് ജോർജ്, അതാണ് LDFനുള്ള ആത്മവിശ്വാസം. എക്സിറ്റ് പോളുകൾ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ലെങ്കിൽ പോലും എക്സിറ്റ് പോളുകൾ പറയുന്ന അത്രയും വലിയ മുൻതൂക്കം UDFന് ലഭിക്കില്ല എന്ന് താങ്കളുടെ നിരീക്ഷണം എന്താണ്? ഈ എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് എക്സിറ്റ് പോളുകൾക്കൊരു ശാസ്ത്രമുണ്ട്. അതിലെ സാമ്പിളുകൾ തിരഞ്ഞെടുക്കുന്ന രീതി, ആ സാമ്പിളിങ്ങിനകത്തൊരു ശാസ്ത്രമുണ്ട്. ആ സാമ്പിൾ അനുസരിച്ച് അത് വിശകലനം ചെയ്യുന്നൊരു ശാസ്ത്രമുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ പണ്ടൊക്കെ പ്രണോയ് റോയിയൊക്കെ ഏറെക്കുറെ 4-5 സീറ്റ് വ്യത്യാസത്തിന് ഇന്ത്യ എന്ന വലിയ രാജ്യത്തിൻ്റെ ഫലമൊക്കെ കുറേയൊക്കെ ശക്തമായിട്ടും ശരിയായിട്ടും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഓരോ എക്സിറ്റ് പോളും ഓരോ തരത്തിലാണ്. ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ BJP ഒരു മുന്നോക്കം പോകുന്നുണ്ട്. പക്ഷേ എത്ര സീറ്റ്? ചിലർ പറയുന്നത് 249, ചിലർ പറയുന്നത് 340, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു ജനറൽ ട്രെൻഡിനെ അളക്കാൻ കഴിയും എന്നല്ലാതെ കൃത്യമായിട്ട്, അതും കേരളത്തിൽ ആകെ കൂടി 20 ലോക്സഭാ സീറ്റ്, അതുതന്നെ സങ്കീർണമായ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ സങ്കീർണമായ ഭൂപ്രദേശങ്ങൾ, ജാതി, മതം വളരെ വ്യത്യസ്തമായി. ഇപ്പം പത്തനംതിട്ട സീറ്റ് നോക്കുകയാണെങ്കിൽ അടൂർ, ഇങ്ങോട്ട് പത്തനംതിട്ട മുതൽ അങ്ങ് കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്ന മണ്ഡലങ്ങൾ, അത് തികച്ചും വ്യത്യസ്തമായ പ്രദേശങ്ങളാണ്. സാമുദായികമായ വ്യത്യസ്തതകളുണ്ട്. അങ്ങനെ ഏകീകൃതമല്ലാത്ത മണ്ഡലങ്ങൾ, അവിടെ നിന്ന് സർവേ എടുത്ത ഫലം കൃത്യമായിട്ട് പ്രവചിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും ഈ പറയുന്ന പോലെ നമുക്കറിയാം, പൊതുവായ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയാൽ കേരളത്തിൽ 2 മുന്നണികളും ഏറെക്കുറെ ശക്തം തന്നെയാണ്, ഒരേപോലെ നിൽക്കുന്ന മുന്നണികളാണ്. ഇതിനിടയ്ക്ക് BJP ഒരല്പം സ്ഥലം കണ്ടെത്താൻ പാടുപെടുകയാണ്. ആ ഒരു ചിത്രം ഈ സർവേയും വെളിപ്പെടുത്തുന്നുണ്ട്. ശ്രീ കെ ബാബു, ദേശീയ തലത്തിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി പ്രവചിച്ച സർവേകൾ പോലും കേരളത്തിൽ വ്യക്തമായ മുൻതൂക്കം UDFനാണെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിലെ സർവേകൾ വിശ്വസിക്കാത്ത കോൺഗ്രസിന് കേരളത്തിലെ സർവേകളെ ആശ്രയിക്കുന്നുണ്ടോ? അല്ല, സർവേയുടെ അടിസ്ഥാനത്തിലല്ലല്ലോ കേരളത്തിലെ കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച സമയം മുതൽ ഇതുവരെ കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDFന് മുൻതൂക്കം എന്നുള്ള ഒരു നിലയിലാണ് എല്ലാവരും വിലയിരുത്തി പോരുന്നത്. അതുകൊണ്ട് സർവേ റിപ്പോർട്ടിനെ മാത്രം ആശ്രയിക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ UDFന് ഇല്ല. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ആരംഭകാല സമയം മുതൽ കേരളത്തിലെ UDFന് മുൻതൂക്കം എന്നുള്ളത് അവസാന ദിവസം വരെ പറഞ്ഞിരുന്നൊരു വസ്തുതയാണ്. കേരളത്തിലെ സാഹചര്യങ്ങൾ ദേശീയ സാഹചര്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തവുമായിരുന്നു. ദേശീയ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഉണ്ടായ ഭരണവിരുദ്ധ സാഹചര്യങ്ങളൊന്നും കേരളത്തിൽ അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ LDFൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം ഉദാഹരണം, LDFന് 92 സ്ഥാനാർത്ഥികളാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇത്തവണ നിർത്തിയെന്നാണ് ഞാൻ ഓർക്കുന്നത്. അതിനകത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയ ഏക സ്ഥലം കേരളമാണ്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാകട്ടെ ഇതിനു മുമ്പ് ഒരിക്കലും CPMന് വോട്ട് ചെയ്യുക പോലും ചെയ്തിട്ടുള്ളവരല്ല. CPMൻ്റെ കൂടെ എല്ലാം ലെഫ്റ്റ് മൂവ്മെൻറ്റിൽ ഉണ്ടായില്ല എന്നുള്ളത് മാത്രമല്ല, ഈ CPMന് ഈ സ്വതന്ത്രന്മാർ മുൻകാലങ്ങളിൽ വോട്ട് ചെയ്തിട്ടുള്ളവർ പോലുമല്ല. അതുകൊണ്ട് CPMൻ്റെ പാർട്ടി അണികൾക്ക്
സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചിടത്തോളം പുറത്ത് അവരെന്ത് പറഞ്ഞാലും അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതേ സമയത്ത് കേരളത്തിലെ കോൺഗ്രസിനകത്തും UDF-നകത്തും ഒരിക്കലും ഇല്ലാത്തത്രയും ഒരു പരസ്പര ധാരണയും യോജിപ്പും ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഒരു സ്ഥാനാർത്ഥി നിർണയം എല്ലാം കഴിയുമ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത്തവണ അങ്ങനെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് UDF-ഉം കോൺഗ്രസും പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ജേക്കബ് ചൂണ്ടിക്കാണിച്ച ചില സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പൊതുവെ UDF-ന് അനുകൂലമായിരുന്നു. അതുകൊണ്ട് UDF-ൻ്റെ വിജയസാധ്യത ഉറപ്പ് പറയുന്ന കാര്യത്തിൽ സർവേയെ ആശ്രയിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ UDF-ന് സാഹചര്യങ്ങൾ അനുകൂലമാണെന്നാണ്. സർവേകൾ കണക്കിലെടുക്കാതെ തന്നെ UDF-ന്റെ ആത്മവിശ്വാസം കുറയുന്നില്ല എന്നാണ് ശ്രീ കെ ബാബു പറയുന്നത്. ഇനി നമുക്ക് അതിഥികളിലേക്ക് തിരിച്ചു വരാം. വോട്ട് ഷെയറും സീറ്റും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് തെരഞ്ഞെടുപ്പ് ചരിത്രം വെച്ച് തന്നെ വിലയിരുത്തുന്നത് കൗതുകകരമായേക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ചിത്രം എന്താണ് എന്നുള്ളത് പ്രസക്തമാകുന്നത് അവിടെയാണ്. ആദ്യം നമുക്ക് 2004 നോക്കാം. 2004 UDF-ന് കേരളത്തിൽ ലഭിച്ച വോട്ട് വിഹിതം എന്നത് 38.4%. LDF-ന് 46.1% വോട്ടുണ്ടായിരുന്നു. അതായത് വ്യത്യാസം 7.7% വോട്ടിന്റെ വ്യത്യാസം ഇരു മുന്നണികളും തമ്മിലുണ്ടായിരുന്നു. 2004 പ്രസക്തമായ കാര്യം, LDF ചരിത്ര നേട്ടമുണ്ടാക്കിയ വർഷമാണ് 2004. അതുകൊണ്ട് തന്നെ 7.7% വ്യത്യാസം വോട്ട് വിഹിതത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രധാനമാണ്. BJP-യും റെക്കോർഡ് വോട്ട് വിഹിതം കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയ വർഷം കൂടിയാണ് 2004. 2004 10.4% വോട്ടുകൾ BJP-ക്കും സ്വന്തമായിരുന്നു. ഇനി സീറ്റ് നില, 2004 സീറ്റ് നില എങ്ങനെയായിരുന്നു ഈ വോട്ട് വിഹിതം അനുസരിച്ച് എന്ന് നോക്കാം. ഇടതുമുന്നണിക്ക് അനുകൂല തരംഗം ആഞ്ഞു വീശിയ തെരഞ്ഞെടുപ്പാണെന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ചു. അന്ന് LDF-ന് ചരിത്ര നേട്ടമുണ്ടായി. LDF-ന് ലഭിച്ച വോട്ടുകൾ LDF-ന് ലഭിച്ച സീറ്റുകൾ 18 സീറ്റുകളാണ്. UDF-ന് ഒരു സീറ്റും ലഭിച്ചു. PC തോമസ് ആണ് മൂന്നാമത്തെ സീറ്റ്. ബാക്കി ശേഷിക്കുന്ന ഒരു സീറ്റ് അട്ടിമറി വിജയത്തിലൂടെ സ്വന്തമാക്കിയത്. 2004 സീറ്റ് നിലയും വോട്ട് വിഹിതവും അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2009 അതായത് UDF 1 നേട്ടമുണ്ടാക്കിയ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം എങ്ങനെയാണ് എന്ന് നോക്കാം. 2009 UDF-ന് 48% വോട്ടുകളാണ് കേരളത്തിൽ നിന്ന് ലഭിച്ചത്. LDF-ന് 42% വോട്ടുകൾ ലഭിച്ചു. അതായത് വ്യത്യാസം 6%. അതായത് 2004 7.7% വ്യത്യാസമുണ്ടായിരുന്ന വോട്ട് ഷെയറിൽ 2009 വ്യത്യാസം 6%. BJP-യുടെ വോട്ട് വിഹിതം കുറഞ്ഞു. BJP 10% വോട്ടുകൾ നേടിയ 2004 നിന്ന് 2009 എത്തിയപ്പോഴേക്കും 6.3% വോട്ടുകളായി കുറഞ്ഞു. ഈ വോട്ട് വിഹിതം അനുസരിച്ച് സീറ്റ് നില എങ്ങനെ പോയി എന്ന് നോക്കിയാൽ 2009 എല്ലാവർക്കും ഓർമ്മപ്പെടുത്തൽ ആവശ്യമില്ലാതെ തന്നെ ഓർക്കാൻ കഴിയുന്നത് പോലെ UDF-ന് വലിയ നേട്ടമുണ്ടായി. UDF-ന് 16 സീറ്റുകൾ കേരളത്തിൽ ലഭിച്ചു. LDF-ന് 4 സീറ്റുകളാണ് ലഭിച്ചത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ വോട്ട് വിഹിതം എങ്ങനെയാണ് എന്നുള്ളത് വളരെ കൗതുകകരമാം വിധം വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ്. അതായത് 2011 UDF-ന് 46% വോട്ടുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് 46% വോട്ടുകളാണ് സംസ്ഥാനത്താകെ അന്ന് UDF-ന് ലഭിച്ചത്. LDF-ന് 45% വോട്ടുകൾ ലഭിച്ചു. ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത, വെറും 1% വ്യത്യാസം എന്നുള്ളതാണ്. ഓർക്കണം, 2004 7.7%, 2009 6% വ്യത്യാസമുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ വ്യത്യാസം വെറും 1%. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ 1% വോട്ട് വിഹിതം എന്നുള്ളത് പ്രധാനമാണ്. BJP-യുടെ വോട്ട് വിഹിതം 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ അല്പം കൂടി താഴേക്ക് പോകുന്നതാണ് കണ്ടത്. 6% വോട്ടുകളാണ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2011 വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡലങ്ങൾ അടിസ്ഥാനത്തിൽ ചിത്രം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ലീഡ് നില വെച്ച് നോക്കിയാൽ എത്ര എണ്ണം LDF-നും എത്ര എണ്ണം UDF-നും ഒപ്പം നിന്നു എന്നുള്ളത് പ്രസക്തമാണ്. UDF-നൊപ്പം 8 ലോക്സഭാ മണ്ഡലങ്ങളാണ് കേരളത്തിൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ കാണാൻ കഴിയുക. LDF-നൊപ്പം 12 സീറ്റുകളുടെ അടിസ്ഥാനത്തിലുള്ള വോട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങൾ LDF-ന് ലഭിച്ചു, UDF-ന് ലഭിച്ചു എന്നുള്ളത് നോക്കിയാൽ 12 സീറ്റുകൾ LDF-നും 8 സീറ്റുകൾ UDF-ന് ലഭിച്ചു എന്നുള്ളതാണ് വോട്ട് വിഹിതത്തിൽ കാണാൻ കഴിയുന്നത്. വോട്ട് വിഹിതത്തിലെ വ്യത്യാസം ഇനി ഓരോ ഈ 2 വർഷങ്ങളിലെയും വോട്ട് വിഹിതത്തിലെ വ്യത്യാസം നോക്കിയാൽ 2009
നിന്ന് 2011 UDF-ന് 2% കുറവ് വോട്ടുകൾ ആണ് ലഭിച്ചത്. അതായത് 2009 ലഭിച്ചതിനേക്കാൾ വോട്ട് വിഹിതം കുറഞ്ഞതാണ് UDF-ന് കണ്ടത്. 2% കുറഞ്ഞു. അതേസമയം LDF-ന് 3% വോട്ടുകൾ വർദ്ധിച്ചതായാണ് 2011 എത്തുമ്പോഴേക്ക് കാണാൻ കഴിയുന്നത്. 2011 നിന്ന് 2014 എത്തുമ്പോൾ വോട്ട് വിഹിതത്തിലെ വ്യത്യാസം എക്സിറ്റ് പോളുകൾ എങ്ങനെയാണ് പ്രവചിച്ചത് എന്നതുകൂടി നോക്കാം. 2014 വോട്ട് വിഹിതം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് UDF-ന് 1% കൂടി കുറഞ്ഞേക്കാം വോട്ട് വിഹിതം എന്നാണ് എക്സിറ്റ് പോളുകളുടെ ശരാശരി എടുക്കുമ്പോൾ അവർ പ്രവചിക്കുന്നത്. LDF-ന് പക്ഷേ 5% വോട്ടുകൾ 2011 ലഭിച്ചതിൽ നിന്ന് കുറഞ്ഞേക്കാം എന്നാണ് വ്യത്യാസമായി കാണിക്കുന്നത്. അതായത് 2011 ഇരു മുന്നണികളും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വെറും 1% കണക്കുകളെങ്കിൽ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് LDF-ന്റെ വോട്ട് വിഹിതം വീണ്ടും കുറഞ്ഞേക്കാം എന്നാണ്. അതേസമയം UDF-ന് 1% വോട്ടിന്റെ കുറവും ഉണ്ടായേക്കാം എന്നും എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു. അതിഥികളിലേക്ക് വീണ്ടും വരികയാണ്. ആദ്യം ശ്രീ കെ ബാബു, അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ നില വെച്ച് നോക്കിയാൽ സ്വാഭാവികമായും LDF-നായിരുന്നു ലീഡ്. LDF-ന് 12 സീറ്റുകളുടെ ലീഡ് കഴിഞ്ഞ 2 വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് വോട്ടുകൾ വീണത് എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമേ അല്ല എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഒന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ 2 പാറ്റേണാണ് ഈ 2 തെരഞ്ഞെടുപ്പുകളിലും വോട്ടിങ്ങിൽ സാധാരണ സംഭവിച്ചു വരുന്നത്. മറ്റൊന്ന്, യഥാർത്ഥത്തിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തേക്കാൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി നന്നായി യോജിച്ച് പ്രവർത്തിക്കാനും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനും സാധിച്ചു എന്നാണ് എനിക്ക് വിലയിരുത്താനുള്ളത്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വളരെ ഞങ്ങളുടെ മുന്നണിക്കകത്തായാലും കോൺഗ്രസിനകത്തായാലും കുറച്ചുകൂടി നല്ല ഒരു സംഘടനാ സംവിധാനവും അതുപോലെ തന്നെ യോജിപ്പിൻ്റെയും ഐക്യത്തിൻ്റെയും അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു നേട്ടം. അതുകൊണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പോകുന്നില്ല. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് അത് നടന്നത്. അതേസമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുന്നൊരു മാറ്റം, ഇത് ലോക്സഭയിൽ കേന്ദ്രത്തിലെ ഗവൺമെൻറ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വോട്ടർമാരായ മതേതര വിശ്വാസികളുടെ ഇടയിൽ കേന്ദ്രത്തിൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും കേന്ദ്രത്തിൽ CPM-നേക്കാൾ ഒരു മതേതര ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്ന് കേരളത്തിലെ വോട്ടർമാർക്ക് ബോധ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് ഡോക്ടർ തോമസ് ഐസക്, അതായത് ശ്രീ കെ ബാബു ചൂണ്ടിക്കാണിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് പ്രത്യേകമായി തന്നെ ഓർത്തുകൊണ്ട് ഒരു പ്രത്യേക വോട്ടിംഗ് പാറ്റേൺ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കേരളം കാഴ്ചവെക്കാറുണ്ട്. പാറ്റേൺ വ്യത്യസ്തമാണ്, രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ്, അതാകട്ടെ UDF-ന് അനുകൂലവുമാണ് എന്നാണ്. LDF അത് അംഗീകരിക്കുന്നുണ്ടോ? വളരെ ശരിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന പോലെയല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പൊതുവായിട്ട് ചിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ സ്വല്പം UDF-ന് നിയമസഭയേക്കാൾ കൂടുതൽ താരതമ്യേന അതർ തിങ്സ് റിമെയിൻ ദ സെയിം ഒരു മുൻതൂക്കം കിട്ടാറുണ്ട്. പക്ഷേ ഇത് യാന്ത്രികമായിട്ട് വരുന്നതൊന്നല്ല. 2004 ശതമാനക്കണക്കുകളെല്ലാം തന്നെ ഇവിടെ നിങ്ങൾ പറഞ്ഞില്ലേ. കഴിഞ്ഞ നിയമസഭയെ അപേക്ഷിച്ച് LDF-ന് വോട്ടിംഗ് ശതമാനം ഇങ്ങനെ കുറയേണ്ടുന്ന എന്ത് കാര്യം? അങ്ങനെ കുറഞ്ഞാൽ പിന്നെ അത്രയും ശതമാനം വോട്ട് പിന്നെ വേറെ ആർക്ക് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമല്ലേ. UDF-ന് അതേ സമയത്ത് എന്തിന് വോട്ട് ശതമാനം കൂടണം? കൂടിയിട്ടില്ല, 1% കുറവെന്നാണ് ശരാശരി കണക്ക് വെച്ച് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. ബാബു പറയുന്ന പോലെയാണ് യാഥാർത്ഥ്യം. ഒന്ന്, ഈ ഭരണവിരുദ്ധ വികാരം ചെറുതല്ല. ബാബുവിന് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. ഞാൻ എൻ്റെ റീഡിങ്ങാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴല്ലേ ഈ ധനകാര്യ പ്രതിസന്ധിയും കാര്യങ്ങളും എല്ലാം വന്ന് കേരളത്തിൻ്റെ മുന്നിൽ നിന്നത്. എന്തെല്ലാം വിവാദങ്ങൾ ഈ ഭരണവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ടുണ്ടായി. ആ വിവാദങ്ങളുടെയൊക്കെ തുടർച്ചയായിട്ടല്ലേ തെരഞ്ഞെടുപ്പ് വന്നു ചേർന്നത്. ഇങ്ങനെ ഓരോന്നും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് തന്നെ പറഞ്ഞത് രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ,
അതുപോലെ ജാർഖണ്ഡിൽ ഇവിടെയെല്ലാം തിരിച്ചടി ഡൽഹിയിൽ ഉണ്ടാവാൻ കാരണം വിലക്കയറ്റം, അഴിമതി കേന്ദ്ര സർക്കാരിൻ്റെ. അപ്പോൾ ഇന്ത്യയിലുടനീളം ഉണ്ടെന്ന് പറഞ്ഞ ഈ ആൻറ്റി ഇൻകംബൻസി കേരളത്തിൽ മാത്രം ബാധകമാവില്ല എന്ന് പറയുന്നത് എന്താ അടിസ്ഥാനമുള്ളത്? കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത് ബാധകമായിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഭരിച്ചതുകൊണ്ട് ഇവിടെ ഇല്ലാതാവുമോ? അപ്പം അതുകൊണ്ട് ഞാൻ പറയാം, സാമാന്യ തത്വമൊക്കെ ശരി, പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ അടിസ്ഥാനപരമായ വ്യത്യാസം രാഷ്ട്രീയ ബലാബലങ്ങളിൽ കേരളത്തിൽ വന്നിട്ടില്ല. വന്നിട്ടുള്ള വ്യത്യാസം UDF കൂടുതൽ ഒറ്റപ്പെട്ടു, പിന്നോട്ട് പോയി എന്നുള്ളതാണ് ഞങ്ങളുടെ റീഡിങ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മുൻതൂക്കം തെരഞ്ഞെടുപ്പ് കിട്ടും എന്ന് ഞങ്ങൾ പറയുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, അതായത് 2011 UDF-നെ അധികാരത്തിലെത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകളോളം ലോക്സഭാ മണ്ഡലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ LDF-നൊപ്പമായിരുന്നു എന്നുള്ളത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടുതൽ LDF-ന് തന്നെയാണ് അനുകൂലമാക്കിയതെന്ന് ഡോക്ടർ തോമസ് ഐസക് പറയുന്നു. താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ? പക്ഷേ ഈ ഓരോ തിരഞ്ഞെടുപ്പും മുൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് തികച്ചും വിഭിന്നമാണ്. ആ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്നത്തെ ദേശീയ സാഹചര്യം, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, പ്രാദേശികമായ പ്രശ്നങ്ങൾ, സ്ഥാനാർത്ഥിയുടെ മികവ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ കോട്ട, ഇങ്ങനെ പല ഘടകങ്ങളും ഈ ഒരൊറ്റ വോട്ടിൻ്റെ പിന്നിൽ, ഒരാൾക്ക് ഒരു വോട്ട്, ആ ഒരൊറ്റ വോട്ടിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഐസക് പറഞ്ഞതുപോലെ പറയുകയാണെങ്കിൽ CPM-ന് ശരിക്കും പറഞ്ഞാൽ ഒരു ദേശീയ കാഴ്ചപ്പാടുണ്ടെന്നും ദേശീയ തലത്തിൽ തങ്ങൾക്കൊരു വലിയ റോൾ നിർവഹിക്കാനുണ്ടെന്നും ഉള്ള കാര്യം കേരളത്തിലെ വോട്ടർമാർക്കുടെ മുമ്പിൽ വളരെ ഇഫക്റ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു കാര്യം. കോൺഗ്രസ്, രണ്ടാമത്തെ കാര്യം UDF-നുണ്ടായ അനുകൂല ഘടകം. നമുക്കതിനത് ഒരു സാമുദായിക ഇക്വേഷൻ തന്നെ നോക്കാം. ന്യൂനപക്ഷങ്ങൾ ഏറെ ഉള്ള കേരളത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ അല്ലെങ്കിൽ ഒരു ചെറിയതായെങ്കിലും ഒരു ന്യൂനപക്ഷ ഏകീകരണം, ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ കുറച്ചും കൂടി ഒന്ന് ഏകീകരിച്ച് UDF-ൻ്റെ സൈഡിലേക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് തിരിഞ്ഞിട്ടുണ്ടാവണം. അതാണ് ഈ സർവ്വകളിലൊക്കെ കാണുന്ന UDF-ന് മുൻതൂക്കം എന്ന് പറയുന്നത്. പിന്നീട് പല പല സാഹചര്യങ്ങൾ കൊണ്ടും ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ അങ്ങേയറ്റം മോശമായിരുന്നു. സരിത വിവാദം, പ്രത്യേകിച്ച് സലീം രാജ് വിവാദം തൊട്ടിങ്ങോട്ട്, ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായ ഹൈക്കോടതി വിമർശനം, ഇങ്ങനെ പല ഘടകങ്ങളും കൊണ്ട് ഗവൺമെൻറ് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു, പ്രതിക്കൂട്ടിലായിരുന്നു, പ്രതിച്ഛായ തകർന്ന അവസ്ഥയിലായിരുന്നെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും ഒരു വലിയ ഘടകമായില്ല എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ പ്രകടമായിരുന്നു. ദേശീയ ഗവൺമെൻറ്റിനെതിരെ എന്തുമാത്രം അഴിമതി ആരോപണങ്ങൾ, പിടിപ്പുകേട്, കഴിവുകേട് എല്ലാം ഉണ്ടായിട്ടും അതും കേരളത്തിൽ ഒരു പ്രകടമായ തെരഞ്ഞെടുപ്പ് വിഷയമായി വിഷയമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ പ്രസംഗത്തിലൂടെയും പ്രചാരണത്തിലൂടെയും. പക്ഷേ അതൊന്നും UDF-നെ അത്ര കണ്ട് ബാധിച്ചില്ല. ആത്യന്തികമായിട്ട് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരൻ CPM-ന് വോട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ അധികമുള്ള കുറേ ഒരു 4-5% അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തയ്യാറായിട്ട് നിൽക്കുന്നവർ. അവരെ മാത്രമേ ഇതൊക്കെ സ്വാധീനിക്കുകയുള്ളൂ. അതുപോലും ഇതുപോലുള്ള പരിഗണന വരുമ്പോഴത്തേക്ക് വളരെ പരിമിതമായിരുന്നു. അതുകൊണ്ടാണ് UDF-ന് ഒരു 10-ലധികം സീറ്റ്, ഒരു 11-12 സീറ്റ് വരെ കിട്ടാൻ സാധ്യത തെളിയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, 3 അതിഥികളും ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാന ഫാക്ടർ കേരളത്തിൽ ഇത്തവണ എങ്ങനെ പ്രതിഫലിച്ചു എന്നുള്ളതാണ്. അതായത് BJP കേരളത്തിൽ ഇത്തവണ എന്ത് ചലനമുണ്ടാക്കും എന്നത്. BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ച വോട്ട് ശതമാനം എത്രയെന്ന് നോക്കുമ്പോഴാണ് അത് കൂടുതൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. BJPക്ക് 2004-ൽ 10.4% വോട്ടുകൾ കേരളത്തിൽ ലഭിച്ചു. 2009-ലേക്ക് ആയപ്പോഴേക്കും പക്ഷേ അത് ഗണ്യമായി കുറയുകയാണ് ചെയ്തത്. 4% വോട്ട് കുറഞ്ഞു. 6.3%-ലേക്ക് 2009-ൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് വിഹിതം കുറഞ്ഞു. 2011-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJPക്ക് ആകെ ലഭിച്ചത് 6% വോട്ടുകൾ മാത്രമാണ്. 6% വോട്ടുകൾ 2011-ൽ ലഭിച്ചു. അതായത് 4%-ഓളം വോട്ടുകൾ കൂടുതൽ നേടിയ 2004-ലെ റെക്കോർഡിനെ BJP ഇത്തവണ മറികടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJP നേതാവ് കെ സുരേന്ദ്രൻ നമ്മളോടൊപ്പം ഫോണിൽ ചേരുന്നു. ശ്രീ കെ സുരേന്ദ്രൻ, ദേശീയ തലത്തിൽ BJP തരംഗം ആഞ്ഞടിക്കുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്ന മോദി തരംഗത്തിന്റെ ഫലമായി ഏറ്റവും റെക്കോർഡ് സീറ്റുകൾ BJPക്ക് നേടാനാകും എന്ന് പ്രവചിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPയുടെ വോട്ട് വിഹിതം തന്നെ ഏറ്റവും പ്രധാനമാണ്. 2004-ലെ 10% എന്ന റെക്കോർഡ് ഇത്തവണ മറികടക്കും എന്ന് BJP ഉറപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിലും വളരെ ശക്തമായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായിരിക്കുന്നത്. BJPയുടെ വോട്ട് വിഹിതത്തിലും വർധനവുണ്ടാവും. അതുമാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പരിവർത്തനം ഉണ്ടാവാൻ പോകുന്ന ഒരു റിസൾട്ട് ആയിരിക്കും ഇത്തവണ ജനങ്ങൾക്ക് കാണാൻ കഴിയുന്നത്.
ഒരു ഏജൻസിയെങ്കിലും, അതായത് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട എക്സിറ്റ് പോളുകൾ നടത്തിയ ഒരു ഏജൻസി വളരെ വ്യക്തമായി കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും, ഒരു സീറ്റ് നേടും എന്ന് പ്രവചിക്കുന്നുണ്ട്. ഒരു ഏജൻസി മാത്രമാണ്, 4 നമ്മൾ പ്രധാനമായി എടുക്കുന്നതിൽ ഒരു ഏജൻസി കൃത്യമായ ഒരു സീറ്റ് BJPക്ക് ഉണ്ടാകും എന്ന് പ്രവചിക്കുന്നുണ്ട്. എക്സിറ്റ് പോളുകളും BJPയുടെ കേരളത്തിലെ കണക്കും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും എക്സിറ്റ് പോളുകൾക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അടിയൊഴുക്കുകൾ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് മാത്രമല്ല, കേരളത്തിലെ പല ദേശീയ ചാനലുകളും നടത്തിയിട്ടുള്ള എക്സിറ്റ് പോളുകൾ സമഗ്രമായിരുന്നില്ല എന്ന് അതിന്റെ സംഘടനകൾ തന്നെ പറയുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ നടത്തിയതുപോലുള്ള വളരെ സാമ്പിൾ സർവേ ഒന്നും അവർ നടത്തിയിട്ടില്ല. എന്തായാലും കേരളത്തിൽ ഇത്തവണ BJPക്ക് വളരെ വലിയ മുന്നേറ്റം ഉണ്ടാവും. ശ്രീ കെ സുരേന്ദ്രൻ, ഏത് സീറ്റ് എന്ന കാര്യത്തിൽ BJPക്ക് വ്യക്തതയായിട്ടുണ്ടോ? ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഞങ്ങൾ കൽപ്പിക്കുന്നത് ശ്രീ O രാജഗോപാൽ മത്സരിക്കുന്ന തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലമാണ്. വളരെ നന്ദി ശ്രീ സുരേന്ദ്രൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഒപ്പം മറ്റന്നാൾ കാത്തിരിക്കുന്ന ജനവിധിക്ക് എല്ലാ ആശംസകളും. ഒരു ഇടവേള അത്യാവശ്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ഇത്തവണ ഭൂരിപക്ഷം നേടിയാൽ അത് ചരിത്ര നേട്ടമാകും. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ 3 തവണ മാത്രമാണ് സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിക്ക് അനുകൂലമായി വിധിയെഴുതിയത്. 1971 5ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേന്ത്യാ തലത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ 352 സീറ്റോടെ കോൺഗ്രസ് വ്യക്തമായ ഭൂരിപക്ഷം നേടി. കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണമുന്നണി 17 സീറ്റ് നേടി. കോൺഗ്രസും CPIയും ഉൾപ്പെട്ട അച്യുതമേനോൻ സർക്കാരിന് 6 മാസം മാത്രം പ്രായമുള്ളപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1977 അടിയന്തരാവസ്ഥയ്ക്കെതിരായ വികാരം രാജ്യത്ത് അലയടിച്ച തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു. ജനതാ പാർട്ടി അധികാരത്തിൽ. എന്നാൽ കേരളത്തിലെ ജനവിധി തികച്ചും വ്യത്യസ്തമായിരുന്നു. 7 വർഷം സംസ്ഥാനം ഭരിച്ച ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ജനവിധി. ലോക്സഭാ മണ്ഡലങ്ങളിൽ 20-20 ജനാധിപത്യ മുന്നണി നേടി. ഇടുക്കിയിൽ നിന്ന് ജയിച്ച കോൺഗ്രസ് നേതാവ് CM സ്റ്റീഫൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായി. 1984 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് വീശിയ സഹതാപ തരംഗം കേരളത്തിലും പ്രതിഫലിച്ചു. കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ 2 വർഷം പൂർത്തിയാക്കിയിരുന്നു. UDFന് 17 സീറ്റ്, LDFന് 3 സീറ്റ്. ഈ 3 തവണയൊഴികെ 11 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും സംസ്ഥാനത്തെ ഫലം ഭരണമുന്നണിക്ക് എതിരായിരുന്നു. പക്ഷേ 96ലെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. 96ൽ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സർക്കാരിന് എതിരായ ജനവിധിയുണ്ടായപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമെത്തി. UDF 10, LDF 10. തുടർന്ന് നായനാർ സർക്കാരിന്റെ കാലത്തുതന്നെ 98ലും 99ലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. 2 തവണയും UDFന് 11ഉം LDFന് 9ഉം സീറ്റ് കിട്ടി. 2 സീറ്റുകളുടെ മാത്രം വ്യത്യാസം. ഉമ്മൻചാണ്ടി സർക്കാർ 3 വർഷം പൂർത്തിയാക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ പുതിയ അധ്യായം എങ്ങനെയാകുമെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. പ്രിജി ജോസഫ്, ഇലക്ഷൻ ഡെസ്ക്, മനോരമ ന്യൂസ്. ഡോക്ടർ തോമസ് ഐസക്, 11 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിക്ക് പ്രതികൂലമായി വിധി എഴുതിയ ലോക്സഭാ ചരിത്രം നന്നായി അറിയാവുന്ന മുഖ്യമന്ത്രിയാണ് ഇതെന്റെ സർക്കാരിന്റെ കൂടി വിലയിരുത്തലായിക്കോളൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത്. എന്ന് വെച്ചാൽ ആ ചരിത്രം 4ാം തവണയും അനുകൂലമാക്കാം എന്ന ഉറച്ച ആത്മവിശ്വാസം UDFനുണ്ട് എന്നല്ലേ? വേണമെങ്കിൽ അങ്ങനെ ഇന്നിപ്പോൾ വ്യാഖ്യാനിക്കാം. എന്നാൽ അങ്ങനെ പറഞ്ഞപ്പോൾ വന്ന വ്യാഖ്യാനം ആ സമയത്ത് ഞങ്ങൾ നൽകിയ വ്യാഖ്യാനം നേരെ മറിച്ചായിരുന്നു. ഒന്ന്, ചിലർ പറഞ്ഞു അറ്റകൈപ്രയോഗമാണ്. കാരണം അത്രക്ക് ദയനീയമായൊരവസ്ഥയിൽ എന്നാൽ ഞാൻ എൻ്റെ ഭരണത്തെ തന്നെ ഇതിന് ജാമ്യം വെക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പ്രഖ്യാപനം. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്ക് തിരിച്ചടി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ തുടരില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഹൈക്കമാൻഡ് തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇലക്ഷന് മുന്നേ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ എടുത്തപ്പോഴും ബാക്കി കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാവാന്നല്ലേ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്ക് ഈ സംബന്ധിച്ച ജാഗ്രത ഹൈക്കമാൻഡ് നൽകിയതാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഒരു അറ്റകൈ പ്രയോഗം എന്നുള്ള രീതിയിലാണ് അന്ന് വിലയിരുത്തപ്പെട്ടത്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമായിട്ടല്ല. ഇന്നിപ്പോൾ എക്സിറ്റ് പോളിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വ്യാഖ്യാനം വന്നാൽ പോലും ഈ ഉണ്ടാവാൻ പോകുന്നത് 10ൽ 1 സീറ്റ് കൂടുതൽ LDFനുണ്ടെങ്കിൽ മുഖ്യമന്ത്രി മാറേണ്ടി വരുമെന്നുള്ളതാണ്. ശ്രീ കെ ബാബു, ചരിത്രം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 11 തവണയും
ഭരിക്കുന്ന മുന്നണിക്ക് പ്രതികൂലമായിരുന്നു തെരഞ്ഞെടുപ്പ് വിധി എങ്കിൽ അത് ഭരണവിരുദ്ധ വികാരവും സംസ്ഥാനത്തെ പ്രതിഫലിക്കാറുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. ഇത്തവണ അത് ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകില്ല എന്ന് തന്നെയാണോ അവകാശം? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 വർഷക്കാലം കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളും എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയം, അതിൻ്റെ മുന്നൊരുക്കങ്ങൾ, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുണ്ടായ പ്രവർത്തനങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി ജനങ്ങളുടെ മുമ്പാകെ വെച്ചിരിക്കുകയാണ്. അതൊരു അറ്റകൈ പ്രയോഗം എന്ന് പറയേണ്ട കാര്യമല്ല. ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയൊരു പ്രഖ്യാപനമാണ്. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിമാർക്കും ഇങ്ങനെ തൻ്റെ ഗവൺമെൻറ്റിനെ കൂടി വിലയിരുത്തലാണ് എന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഇത്തരം അവസരങ്ങൾ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കാറ്. കാരണം ഇത് കേന്ദ്രത്തിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പാണ്, ഇത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ്, സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ അവസരമുണ്ട്. പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടി അതല്ല ചെയ്തത്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കാരണം തികഞ്ഞ ആത്മവിശ്വാസമാണ്. ഞങ്ങൾക്ക് യാതൊരുവിധ ആശങ്കകളും ഇല്ല. ശ്രീ ജേക്കബ് ജോർജ്, മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നതിലൂടെ ഉണ്ടാകുന്നത്, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് പോലെ അല്ല മറ്റൊരു തെരഞ്ഞെടുപ്പ് ഒരിക്കലും. പക്ഷേ കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ സ്വഭാവം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിക്ക് കൂടുതലും പ്രതികൂലമായാണ് ചിന്തിച്ചിട്ടുള്ളത് എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ പറയുമ്പോൾ അങ്ങനെ സംഭവിച്ചാൽ ഇത്തവണ ഭരിക്കുന്ന മുന്നണിക്ക് അനുകൂലമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ അത് മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ ക്രെഡിറ്റായി അവകാശപ്പെടാവുന്നതാണോ? അതെ ഷാനി ചോദിക്കുന്നതും അതിനു മുമ്പ് ചർച്ച ബഹുമാനപ്പെട്ട ബാബു പറഞ്ഞു വന്നതും ഒക്കെ അതിസങ്കീർണമായ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്കാണ്, കോൺഗ്രസ് രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് വിപരീതമായി, കേരളത്തിലെ മുഖ്യമന്ത്രി ആണെന്ന് ഓർക്കണം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും എതിരായിട്ട് ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തലയെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയാക്കി വെച്ചു. അതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് VM സുധീരനെ KPCC അധ്യക്ഷനാക്കി വെച്ചു. അതും ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായങ്ങൾക്കെതിരെ. ഉമ്മൻചാണ്ടിയുടെ മാത്രമല്ല, അന്നത്തെ KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായങ്ങൾക്കെതിരെയാണ് ഹൈക്കമാൻഡ് ഈ ഒരു കളി കളിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ VM സുധീരൻ കേരളത്തിലെ KPCC അധ്യക്ഷനായിട്ട് വരുമ്പോൾ 10 വർഷം അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു, മാറ്റി നിർത്തപ്പെടുകയായിരുന്നു എന്ന് വേറൊരു വാക്കി പറയാം. ആ സുധീരൻ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹം വന്നതുകൊണ്ട് കേരളത്തിൽ പ്രതിച്ഛായ അറ്റുകിടന്ന ഒരു ഗവൺമെൻറ്റിനെ തിരിച്ചു കൊണ്ടുവന്നു എന്നൊരു വാദം സ്വാഭാവികമായിട്ടും അദ്ദേഹം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ട് ഉമ്മൻചാണ്ടി പറഞ്ഞതാണ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താവട്ടെ അത് എൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാവും എന്ന് പറഞ്ഞത് പലതും മുൻകൂട്ടി കണ്ടിട്ടാണ്, പലതും കാലേ കൂട്ടി കണ്ടിട്ടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവനയുടെ പിന്നിലെ രഹസ്യം. ശ്രീ തോമസ് ഐസക്, ചരിത്രം നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ചരിത്രം ഭരിക്കുന്ന മുന്നണിക്ക് അനുകൂലമായല്ല പ്രതിപക്ഷത്തിനൊപ്പമാണ് നിൽക്കാറുള്ളത്. അപ്പോൾ ചരിത്രം പ്രതിപക്ഷത്തിന് അനുകൂലമാകണം. പിന്നെ നേരത്തെ താങ്കൾ പറഞ്ഞ എല്ലാ കാരണങ്ങളും, സംസ്ഥാനത്ത് നിലനിന്നിരുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സോളാർ വിവാദമാണെങ്കിലും കസ്തൂരിരംഗൻ പ്രശ്നമാണെങ്കിലും കോൺഗ്രസിൽ അതിനു മുൻപ് വരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണെങ്കിലും മൊത്തത്തിൽ ഭരണമുന്നണിക്ക് പ്രതികൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും എന്റെ സർക്കാരിന്റെ വിലയിരുത്തലായിക്കോട്ടെ എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ചരിത്രത്തെയും എല്ലാത്തിനെയും മാറ്റിമറിക്കുന്ന ഒരു ആത്മവിശ്വാസം UDF കണ്ടുപിടിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിക്കും അതിൽ വിശ്വാസമുണ്ട് എന്നല്ലേ അർത്ഥം? അതിനർത്ഥം ഇപ്പോൾ ജേക്കബ് ജോർജ് പറഞ്ഞു, അതിക്കും ഞാൻ പറഞ്ഞു, ഇത് ഒരു മുഴം മുൻകൂട്ടി കണ്ടെറിയലാണ്. ഇത് ഇനി തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ രക്ഷയില്ല. ഇനി ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് വേറെ ആർക്കും കൊണ്ടുപോണ്ട, തനിക്ക് തന്നെ ഇരുന്നോട്ടെ എന്നുള്ളതാണ്. അതിന് ഞാൻ അറ്റകൈപ്രയോഗം എന്ന് പറഞ്ഞത്. വേറെ ഇപ്പോൾ അങ്ങനെ ഇത് കേന്ദ്രത്തെക്കുറിച്ചുള്ളതാണ് വിലയിരുത്തൽ എന്ന് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് മെച്ചം ഉമ്മൻചാണ്ടിക്ക് ആനുകൂല്യം കിട്ടാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട്
ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിലുള്ള ഭാവി വരാൻ പോകുന്ന പുതിയ ചേരികളുടെയൊക്കെ ഒരു ദീർഘദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വർത്തമാനമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ശ്രീ കെ ബാബു, അങ്ങനെ സംഭവിച്ചേക്കാം എന്ന് നേരത്തെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കാണ്, എനിക്കും എന്റെ സർക്കാരിനുമാണ് എന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുകയായിരുന്നു. അല്ല, അപ്പോൾ നേരത്തെ പരാജയപ്പെട്ടാൽ അതിൻ്റെ പ്രശ്നം ഉത്തരവാദിത്വം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഇവർ പറയുന്നത് പരാജയപ്പെടുമെന്നല്ലേ ഐസക് പറയുന്നത്. ഞാൻ പറയുന്നത് അവർക്ക് ഭൂരിപക്ഷം കിട്ടുന്നു, അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും ഉണ്ടല്ലോ. അപ്പോൾ ആ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ടല്ലേ അത് പറഞ്ഞത്. പിന്നെ ഞാനൊരു കാര്യം പറയാം, കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഒരിക്കലും ഇല്ലാത്തൊരു ഐക്യം സ്ഥാനാർത്ഥി നിർണയത്തിലും ഈ സന്ദർഭത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, ശ്രീ സുധീരൻ KPCC പ്രസിഡന്റ്, ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിട്ട് ഗവൺമെൻറ് വന്നു. ഇത് കേരളത്തിലൊരു വലിയൊരു മാറ്റമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇവർ അസസ് ചെയ്യാതെ പോവുകയാണ്. AK ആൻ്റണിയുടെ നേതൃത്വം ഇതെല്ലാം കൂടി വന്നപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഒരിക്കലുമില്ലാത്തൊരു യൂണിറ്റി, ഒരിക്കലുമില്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ സാധിച്ചു. അതിനകത്ത് വേറെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പ്രശ്നമോ ഒരു മുഴം മുൻകൂട്ടി എറിയുന്ന അതൊക്കെ ഇവരുടെ വിലയിരുത്തലുകളാണ്. അങ്ങനത്തെ സാഹചര്യം ഒന്നും ഇതിനകത്ത്. തീർച്ചയായും. പക്ഷേ ബാബു, ആ ഒറ്റക്കെട്ട് തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം മുതൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് കേരളം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക കൂടിയാണല്ലോ. പക്ഷെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ശ്രീ കെ ബാബു ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, എത്ര സീറ്റാണ് നിങ്ങൾ വെക്കുന്ന മാനദണ്ഡം? അതായത് സർക്കാരിന്റെ വിലയിരുത്തലാകും എന്ന് പറയുമ്പോൾ എത്ര സീറ്റ് കിട്ടിയാൽ സർക്കാർ ജയിച്ചു എന്നാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? അത് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 20 സീറ്റിൽ ഭൂരിപക്ഷം സീറ്റുകളും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു 20 സീറ്റിൽ വിജയം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിനകത്ത് ഞങ്ങൾ ഇപ്പം ഞാനൊരു കാര്യം ഐസകരോട് ചോദിക്കാം, അവർക്ക് ഉറപ്പുള്ള സീറ്റുകൾ എത്രണ്ണം പറയാൻ സാധിക്കും? ഞങ്ങൾക്ക് ഉറപ്പുള്ള സീറ്റുകൾ പലതും പറയാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഇപ്പം ഞങ്ങൾക്ക് മുൻകാല തെരഞ്ഞെടുപ്പുകളുടെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മോശമാണ് എന്ന് കരുതിയിരുന്ന സീറ്റുകളിലും ഞങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം സീറ്റുകളിലെ പോലും തെരഞ്ഞെടുപ്പ് വിധി എന്താവുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു മത്സരമാണ്. ശ്രീ കെ ബാബു, തെരഞ്ഞെടുപ്പ് വിധി വരുമ്പോൾ തന്നെ ജനങ്ങൾക്കും ഈ വിലയിരുത്തലിന്റെ മാനദണ്ഡം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അത് സഹായിക്കുമല്ലോ. താങ്കൾ പറയുന്നു ഭൂരിപക്ഷം സീറ്റ് എന്ന് വെച്ചാൽ 10ൽ 1 സീറ്റെങ്കിലും ലഭിച്ചാൽ, 10ൽ കൂടുതൽ 1 സീറ്റെങ്കിലും ലഭിച്ചാൽ സർക്കാർ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവാണെന്ന് നിങ്ങൾ കരുതുമോ? അതോ ഇപ്പോഴുള്ളതിൽ 16ൽ 1 സീറ്റ് പോലും കുറയില്ല എന്നുള്ളതാണോ മാനദണ്ഡം? അല്ല, ഏതായാലും അതെല്ലാം പെട്ടിയിലിരിക്കുകയല്ലേ, അത് എണ്ണാനും പോവല്ലേ. ഇനി ആകെ 24 മണിക്കൂറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമ്മൾ ഇപ്പോൾ വിലയിരുത്താൻ ഞങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ മെജോറിറ്റി ഉണ്ടാകുമെന്ന് യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ CPMന് ഉറപ്പുള്ള സീറ്റുകളൊന്ന് പറയട്ടെ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് വിലയിരുത്തി നോക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം ഉറപ്പുണ്ടെന്ന് പറയുന്ന സീറ്റുകൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ചാഞ്ചാട്ടത്തിലാണ്. ഞങ്ങൾക്കൊരു നല്ല ഇടതുപക്ഷത്തിന് പറയാൻ കഴിയാത്ത അത്രയും കൂടുതൽ പറയുന്നുണ്ട്. അതായത് 10ൽ കൂടുതൽ കിട്ടിയാൽ വേണമെങ്കിലും അങ്ങനെ വിലയിരുത്താം. ഇടതുപക്ഷം സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ സംസ്ഥാനത്ത് ആര് രാഷ്ട്രീയമായി വിജയിച്ചു എന്ന് വിലയിരുത്തുന്നത് എത്ര സീറ്റുകളുടെ മാനദണ്ഡത്തിലായിരിക്കും? ബാബു വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ബാബു, UDFന്റെ ഉറച്ച സീറ്റുകളായിട്ട് നിങ്ങൾ കരുതുന്ന സീറ്റുകളിലെല്ലാം കടുത്ത മത്സരത്തെ നിങ്ങൾ നേരിടുന്നത് തിരുവനന്തപുരം ആകാം, പത്തനംതിട്ട, ഇടുക്കി, തൃശ്ശൂർ, നിങ്ങൾ ഉറച്ച സീറ്റായിട്ട് വെച്ചിരിക്കുന്ന സീറ്റുകളല്ലേ ഇതൊക്കെ. ഞങ്ങളുടെ വിലയിരുത്തൽ, നാട്ടിലുള്ള പൊതുവെയുള്ള വിലയിരുത്തൽ, ഈ ഉറച്ച സീറ്റുകളിലെല്ലാം നല്ല മത്സരമാണ്, കടുത്ത മത്സരമാണ്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. അത് വെച്ചിട്ടാണ് ഞാൻ റീഡ് ചെയ്യണത്. ഇത് ഇനിയിപ്പോൾ ഒരു പ്രോബബിലിറ്റി വെച്ചാൽ പോലും LDF 10ലേറെ സീറ്റ് നേടുമെന്നുള്ളത്. ഇത് ഈ സർക്കാരിൻ്റെ വമ്പം പരാജയമായിരിക്കും. ഞങ്ങൾക്ക് 10ൽ 1 സീറ്റെങ്കിലും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട, ഉമ്മൻചാണ്ടി ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ടിയും വരും. ശ്രീ ജേക്കബ് ജോർജ്, ആ ചോദ്യത്തിന് താങ്കളുടെ ഉത്തരം കൂടി. എത്ര സീറ്റ് കിട്ടിയാൽ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും വിജയിച്ചു എന്ന് പറയാം? എനിക്ക് തോന്നുന്നു UDFന് 1 സീറ്റേ കിട്ടിയുള്ളൂ എങ്കിൽ പോലും
ഉമ്മൻചാണ്ടി മാറുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ ഇതുവരെയും കണ്ട UDF പക്ഷേ ഇതേ ഫോർമേഷനാണ്. അതായത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള, കെ ബാബുവിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഇതേ ആന്റണി പക്ഷമാണ് 2004 AK ആന്റണി രാജിവെക്കാനുണ്ടായ സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. അന്ന് നമുക്കറിയാമല്ലോ, നേരത്തെ ഷാനി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ അന്നത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമായിട്ട്. പക്ഷേ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കെ ബാബുവും പ്രധാനപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണി നേതാക്കന്മാരൊക്കെയും വിചാരിക്കുന്നുണ്ട് ഒരു 15-16 സീറ്റെങ്കിലും അവർക്ക് കിട്ടുമെന്ന്. എനിക്കിപ്പോഴും എൻ്റെ കണക്ക് 11-12 സീറ്റ്. ഇതുവരെയും ഈ UDFിൻ്റെ, നമുക്കറിയാമല്ലോ ഇപ്പോഴും ആന്റണി പക്ഷത്തിൻ്റെ കയ്യിലാണ് ഇതിൻ്റെ എല്ലാം നിയന്ത്രണം. ഉമ്മൻചാണ്ടി ഏതെങ്കിലും തരത്തിൽ രാജിവെക്കേണ്ടി വരുമെന്ന് ഇവരാരും ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ആ ഒരു ചിത്രമേ ഉദിക്കുന്നില്ല, ആ ഒരു ചോദ്യമേ ഉദിക്കുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു 10 നല്ല ഒരു 9 സീറ്റാണ് UDFിന് കിട്ടുന്നെങ്കിൽ പോലും ഉമ്മൻചാണ്ടി രാജിവെക്കാൻ പറയാൻ ശേഷിയുള്ളവർ ആരും തൽക്കാലം UDFിൽ ഇന്നത്തെ സാഹചര്യത്തിലില്ല. അതുതന്നെയാണ് 16-ന് ശേഷം കേരളത്തിൽ ഈ ജനവിധി ഉണ്ടാക്കുന്ന മാറ്റം എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കുന്നതും. ദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ വിലയിരുത്തപ്പെട്ടു കഴിഞ്ഞു. 16-ന് ശേഷം കേരളത്തിൽ എന്ത് സംഭവിക്കും? ജനവിധിയിലേക്ക് ഇനി 36 മണിക്കൂർ മാത്രമാണ് ശേഷിക്കുന്നത്. 16-ന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റം സംഭവിക്കും? തിരുവനന്തപുരത്ത് നിന്ന് ശ്രീദേവി പിള്ളയും തനേഷ് തമ്പിയും NK ഗിരീഷും ചേരുന്നു. ആദ്യം ശ്രീദേവിയിലേക്ക്. ശ്രീദേവി, കോൺഗ്രസിലും UDFിലും 16-ന് ശേഷം സംഭവിക്കാനിരിക്കുന്നത് എന്താണ്? ഷാനി, 16-ാം തീയതി വരുന്ന ജനവിധി മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഭരണമുന്നണിയുടെയും ഭാവി തീരുമാനങ്ങളിലും രാഷ്ട്രീയ നീക്കങ്ങളിലും വലിയ പ്രതിഫലനമുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏകദേശം 10 സീറ്റാണ് ഭരണമുന്നണി ഉറപ്പിക്കുന്നത്. അതിന് മുകളിൽ ലഭിക്കുന്നത് എന്തും വലിയൊരു ബോണസായി തന്നെ UDF കണക്കാക്കും. അതേസമയം 10 സീറ്റിൽ താഴെ പോവുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമുള്ള വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിൻ്റെയും അതുപോലെ തന്നെ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം, അതിനകത്ത് മുഖ്യമായ ഉത്തരവാദിത്വം ഉള്ളത് പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായ മുഖ്യമന്ത്രിയായ എനിക്കുള്ളതാണ്. ഷാനി, ഇത് മുഖ്യമന്ത്രിയുടെ ഒരു അമിത ആത്മവിശ്വാസത്തിന്റെ തെളിവെന്ന് മാത്രമായിട്ട് ഈ പ്രസ്താവനയെ കാണാൻ കഴിയില്ല. പ്രചാരണത്തിന്റെ ഒരു രീതി തന്നെ ഈ പ്രസ്താവന നിർണ്ണയിക്കുകയുണ്ടായി. ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്കും UPA സർക്കാരിന്റെ ഭരണ പരാജയങ്ങളിലേക്കും പ്രചാരണം പൂർണ്ണമായി വഴുതി മാറാതെ നോക്കിയതും ഈ മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് തന്നെയാണ്. അതേസമയം 10 സീറ്റിൽ താഴെ UDF പോവുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഏൽക്കുന്ന പരാജയം തന്നെയായി വിലയിരുത്തപ്പെടും. മാത്രമല്ല, ഹൈക്കമാൻഡ് അത് സംസ്ഥാന നേതൃത്വത്തിന് മുകളിലേക്ക് കെട്ടിവെക്കുകയാണെങ്കിൽ കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം വളരെ നിർണായകമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ ഹൈക്കമാൻഡ് കൈക്കൊള്ളുന്ന നിലപാടുകൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ വിലയിരുത്തേണ്ടിയും വരും. അതേസമയം 10 സീറ്റിന് മുകളിൽ ലഭിക്കുകയാണെങ്കിൽ വളരെ ശക്തനായ ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന് കീഴിൽ ഉള്ള സർക്കാരിനെയും മുന്നണിയുമാകും കാണാൻ കഴിയുക. മാത്രമല്ല, ബാർ വിഷയത്തിൽ അടക്കം പല കാര്യങ്ങളിലും പിടിമുറുക്കുന്ന പാർട്ടിക്ക് മുന്നിലും വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഉറച്ച നിലപാടുകളുമായി മുഖ്യമന്ത്രി എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, മന്ത്രിസഭാ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ദേശീയ തലത്തിൽ കോൺഗ്രസിനും UPAയ്ക്കും പരാജയമാണ് നേരിടേണ്ടി വരുന്നത് എങ്കിൽ അതിന്റെ ഒരു പ്രതിഫലനം കേരളത്തിലെ കോൺഗ്രസിനും ഭരണമുന്നണിക്കും ഉണ്ടാകും. തീർച്ചയായും. തനേഷ്, LDF രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റം ഉണ്ടാകും? ഷാനി, പ്രചാരണ സമയത്ത് ഇടതുമുന്നണിയിലും ഘടകകക്ഷികളിലും ഉണ്ടായിരുന്ന സമാധാന അന്തരീക്ഷം ഫലം വന്നതിന് ശേഷവും ഇതുപോലെ തുടരുമോ എന്ന കാര്യം സംശയമാണ്. അനുകൂല ഫലമാണ് വരുന്നതെങ്കിൽ അത് തിരഞ്ഞെടുപ്പോടെ രൂപപ്പെട്ട VS പിണറായി ഐക്യത്തിന്റെ തുടർച്ചയെന്നായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുക. മറിച്ചായാൽ RSP വിട്ടുപോയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPM നേതൃത്വത്തിന് മറുപടി പറയേണ്ടി വരും. ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യം VSന്റെ നിലപാട് മാറ്റം തന്നെയാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉൾപ്പെടെ VS തന്റെ നിലപാടിൽ നിന്ന് മറുകണ്ഠം ചാടിയത് വളരെ പെട്ടെന്നായിരുന്നു. മറ്റൊരു പാർട്ടിക്കും കഴിയാത്ത ഒരു കാര്യം CPIM ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ കണിശമായും മാതൃകാപരം എന്നുള്ള നിലയിൽ തന്നെ വിശേഷിപ്പിക്കണം.
തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ കാരണക്കാരനായി വീണ്ടും ഒരിക്കൽ കൂടി തന്നെ നേരെ വിരൽ ചൂണ്ടാനുള്ള എല്ലാ പഴുതുകളും VS ഇതിനോടകം തന്നെ അടച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വാഭാവികമായും പാർട്ടി നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി അദ്ദേഹം രംഗത്തെത്തും എന്ന് ഒപ്പമുള്ളവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല RSPയെ പടിക്ക് പുറത്താക്കിയതും ജനതാദളിന് നൽകിയ സീറ്റിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വൈകിയതും വ്യാപകമായ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ഇത് വിഭാഗീയതയുടെ ഭാഗമായിട്ടല്ലാതെ തന്നെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ തന്നെ ഇക്കാര്യത്തിൽ എതിരഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം വരും ദിവസങ്ങളിൽ മറന്നീക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. CPIയിലേക്ക് വരികയാണെങ്കിൽ CPIയിലും ഈ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഡോക്ടർ ബെന്നറ്റ് എബ്രഹാമിനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് നടന്നത്. അദ്ദേഹത്തെ പെയ്ഡ് സ്ഥാനാർത്ഥി എന്ന ആരോപണം വരെ ഉയർന്നിരുന്നു. എന്നാൽ നേതൃത്വം ഇത് നിഷേധിക്കുകയും ചെയ്തു. അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ശീലമല്ല, പേയ്മെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശീലമല്ല. എന്നാൽ ഈ വിശദീകരണം മുഖവിലക്കെടുക്കാൻ പാർട്ടിയിലെ എല്ലാവരും തയ്യാറാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. RSP വിട്ടുപോയ ഒഴിവ് നികത്തുകയാണ് ഇടതുമുന്നണി നേരിടുന്ന വലിയ വെല്ലുവിളി. നിലവിൽ JSSലെയും CMPയിലെയും ഒരു വിഭാഗവും ബാബു ദിവാകരൻ നയിക്കുന്ന RSPയും ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയങ്ങളിലെല്ലാം. ഇവരെ മുന്നണിയിലെടുക്കണോ അതോ ഒപ്പം നിർത്തിയാൽ മതിയോ തുടങ്ങിയ കാര്യത്തിലും അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. ചുരുക്കത്തിൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ മുന്നണിയിലും പ്രത്യേകിച്ച് CPMലും ആഭ്യന്തര സംഘർഷങ്ങൾ മൂർച്ഛിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് പ്രധാനവുമാണ്. അതേസമയം തന്നെ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിലേറും എന്ന പ്രവചനങ്ങൾ മുൻനിർത്തി നോക്കിയാൽ കേന്ദ്രത്തിലുണ്ടാകുന്ന ഭരണമാറ്റം കേരളത്തെ എങ്ങനെ സ്വാധീനിക്കും? NK ഗിരീഷ്. ഷാനി, BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ, വിശേഷിച്ച് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായാൽ രാഷ്ട്രീയവും സാമൂഹ്യവുമായ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്ന സംസ്ഥാനമാണ് കേരളം. ഒന്ന്, നരേന്ദ്രമോദിയെ ഭരണപക്ഷവും പ്രതിപക്ഷവും അവയിൽ ഉൾപ്പെടുന്ന എല്ലാ ഘടകകക്ഷികളും ഒരേപോലെ എതിർക്കുന്ന സംസ്ഥാനമാണ് കേരളം. മോദിയുമായി എങ്ങനെ ആശയവിനിമയത്തിന്റെ വാതിൽ തുറക്കും എന്നത് വളരെ പ്രധാനമാണ്. രണ്ട്, കേരളത്തിന്റെ വിവിധ സാമൂഹിക പ്രശ്നങ്ങളിൽ BJP സ്വീകരിക്കുന്ന നിലപാടുകൾ. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പ് കത്തിനിന്ന പ്രശ്നമാണ് പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ സമിതി റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ ചൊല്ലിയുള്ള കടുത്ത ചർച്ചകൾ. കസ്തൂരിരംഗൻ റിപ്പോർട്ട് തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന നിലപാടിലാണ് BJP. നദീജലം പങ്കിടുന്ന പ്രശ്നമാണ് മറ്റൊന്ന്. നദീ സംയോജനത്തിന് വേണ്ടി വാദിക്കുന്ന BJPയുടെ നയങ്ങൾ കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് വിവിധ സാമ്പത്തിക നയങ്ങൾ. അതുപോലെ ആറന്മുള വിമാനത്താവളം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളുടെ കാര്യത്തിലും സംസ്ഥാന സർക്കാർ ഇനി കേന്ദ്രവുമായി എങ്ങനെ ഇടപെടുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അതേസമയം തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പ് റാലിയിൽ മോദി നൽകിയ വാഗ്ദാനം ഇങ്ങനെയായിരുന്നു. विकास की स्पर्धा हो जाए, हम आपकी भलाई के लिए काम करें, वो भी आपकी भलाई के लिए काम करे. मैं दावे से कहता हूं, जो काम पिछले 60 साल में उन्होंने नहीं किया, वो काम मैं 60 महीने में करके दूंगा. 60 വർഷം കൊണ്ട് നടക്കാത്ത വികസനം 60 മാസം കൊണ്ട് കേരളത്തിൽ കൊണ്ടുവരും എന്നാണ് നരേന്ദ്രമോദി അന്ന് വാഗ്ദാനം നടത്തിയത്. ഇത് എത്രത്തോളം സാധ്യമാകും എന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരും കേന്ദ്രവുമായുള്ള ഇടപെടലിനനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരത്ത് ഇത്തവണ പാർട്ടി അക്കൗണ്ട് തുറക്കുമെന്നും രാജഗോപാൽ ജയിക്കുമെന്നും BJP ഉറച്ചു വിശ്വസിക്കുകയാണ്. രാജഗോപാൽ ജയിച്ചാലും ഇല്ലെങ്കിലും കേന്ദ്രത്തിൽ BJP സർക്കാരാണ് വരുന്നത് എങ്കിൽ കേരളത്തെ രാജഗോപാൽ തന്നെയായിരിക്കും പ്രതിനിധീകരിക്കുക എന്നാണ് പൊതുവായ വിലയിരുത്തൽ. എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് വളരെ ആഴത്തിലുള്ള അതുപോലെ തന്നെ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കാനും സാമൂഹിക ചലനങ്ങൾ സൃഷ്ടിക്കാനും ഉതകുന്നതായിരിക്കും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. തീർച്ചയായും നന്ദി ഗിരീഷ്, ശ്രീദേവി, ഒപ്പം തന്നെ തനേഷ് തമ്പി. സമയപരിമിതി കൊണ്ട് ശ്രീ കെ ബാബു, അവസാനത്തെ ചോദ്യം. 10 കുറഞ്ഞാലും ഒന്നും സംഭവിക്കില്ലെന്ന് ശ്രീ ജേക്കബ് ജോർജ് നേരത്തെ നിരീക്ഷിച്ചെങ്കിലും 10 കുറഞ്ഞാൽ UDF രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? നമുക്ക് ചർച്ച ചെയ്യാൻ ധാരാളം സമയമുണ്ട്. അതിപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഏതായാലും 10 കുറയുന്ന പ്രശ്നമില്ല എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഞങ്ങൾ വളരെ ഉജ്ജ്വലമായൊരു വിജയം കേരളത്തിൽ നേടും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് 10 കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചർച്ചയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തിയില്ല. ഡോക്ടർ തോമസ് ഐസക്, 10 കുറഞ്ഞാൽ പക്ഷേ LDFന് പറഞ്ഞു നിൽക്കാൻ കാരണങ്ങൾ ഉണ്ടാകുമോ? ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഇന്ന് പോലും വിലയിരുത്തുന്ന സാഹചര്യത്തിൽ LDFന് 10 കുറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വലിയൊരു ആത്മപരിശോധന നടത്തേണ്ടി വരും. UDF ഇത്രമാത്രം ഒറ്റപ്പെട്ട് കഴിഞ്ഞ സാഹചര്യത്തിൽ എല്ലാ കാറ്റും രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനെതിരായി നിൽക്കുന്ന ഒരു വേളയിൽ ഞങ്ങൾക്ക് ശ്രദ്ധേയമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ സ്വയം ആത്മപരിശോധന നടത്തേണ്ടി വരും. യാതൊരു സംശയമില്ല. ഞങ്ങളുടെ പാലക്കാട് പ്ലീനം ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് സമഗ്രമായ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ പോരായ്മകൾ പലതും ഉണ്ടെന്ന് ഞങ്ങളുടെ തിരിച്ചറിവ് തന്നെയാണ്.
ആ പോരായ്മകൾ ഇപ്പോഴും തുടരുന്നുണ്ടോ, അതുകൊണ്ടാണോ നമുക്ക് പിന്തുണ കൂടാതിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, ഇതിൽ 10 കുറഞ്ഞൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായും ശ്രീ ജേക്കബ് ജോർജ് ചുരുങ്ങിയത് അതും കൂടി പറയൂ ഡോക്ടർ തോമസ് ഐസക്. ഞാൻ പറയാം, പറയാനുള്ളത് പറഞ്ഞു, പറയാൻ വന്നത് പറഞ്ഞോളാം. ചുരുങ്ങിയത് എത്ര സീറ്റ് എന്നാണ് താങ്കൾ പറയാൻ വന്നത്? 10 കുറഞ്ഞാൽ ചുരുങ്ങിയത് 11-12 LDF-ന്. കാറ്റ് അനുകൂലമാണെങ്കിൽ മുള്ളോട്ട് കയറും. ബാബു പറഞ്ഞിരുന്ന ഏതൊരുവിധോ. തീർച്ചയായും ശ്രീ ജേക്കബ് ജോർജ്, കേരള രാഷ്ട്രീയത്തിൽ 16 എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കും? വളരെ ചുരുക്കി. UDF രാഷ്ട്രീയം, ഉമ്മൻചാണ്ടി വളരെ ശക്തനായ ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് 3 വർഷം മുമ്പ് കേരളത്തിൽ വന്നത്. സ്വാഭാവികമായിട്ടും ഒരു നാച്ചുറൽ ചോയ്സ് ആയിട്ടാണ് അദ്ദേഹം വന്നത്. അംഗീകരിക്കപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ശക്തി ചുവരുന്ന പല സംഭവങ്ങളും ഉണ്ടായി. ഇന്നിപ്പോൾ അദ്ദേഹം വീണ്ടും 3 വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു 10 കൂടുതൽ സീറ്റ് കിട്ടുകയാണെങ്കിൽ അദ്ദേഹം ഒരു വർദ്ധിത വീര്യത്തോടെ കേരളത്തിൽ ഒരു 2 വർഷം കൂടി, അടുത്ത 2 വർഷം കൂടി സുധീരൻ ഉൾപ്പെടെയുള്ള പ്രതിബന്ധങ്ങളെ തട്ടി നീക്കിക്കൊണ്ട് ശക്തനായ ഒരു മുഖ്യമന്ത്രി തിരിച്ചു വരും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശക്തി വളരെ ചൂരും, സംശയമില്ല. ഇടതുപക്ഷത്തിനാണെങ്കിൽ 10 ഒരു 8-ൽ താഴെ പോകുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അത് CPM വളരെ കടുത്ത ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങും, സംശയമില്ല. വളരെ നന്ദി ഡോക്ടർ തോമസ് ഐസക്, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ കെ ബാബു ചർച്ചയിൽ പങ്കെടുത്തതിന്, നിലപാടുകളും ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സാധ്യതകളും വിലയിരുത്തിയതിന്. ഈ പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം 8 മണി വാർത്ത കാണാം.